ഹലോ, മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഒഴിച്ചുകറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും സാധനങ്ങളാണ് ഈ ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് ഞാനിന്ന് എടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസും പയറും കടലയും ഉണ്ടെങ്കിൽ നമ്മുടെ ഒഴിച്ചുകറി റെഡിയായി. ഇന്ന സാധനം വേണം ഒന്നൊന്നും ഇതിന് നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ എന്ത് പച്ചക്കറിയാണുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. കായോ ചേനയോ പപ്പായയോ മത്തങ്ങയോ കുമ്പളങ്ങയോ ചൊരക്കയോ അങ്ങനെ എന്താ നമ്മുടെ വീട്ടിലുള്ളത് അത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. എനിക്കിന്നിവിടെ ഈ പച്ചക്കറിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് ഞാനിന്ന് നമ്മുടെ ഒഴിച്ചുകറി റെഡിയാക്കാനായിട്ട് പോകുന്നത്. മത്തങ്ങ ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ പപ്പായയുടെ ഒരു പീസ് അതും ഇങ്ങനെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് പച്ചക്കറിയാണുള്ളത് അതരിഞ്ഞെടുത്താൽ മതി. പിന്നെ ചൊരക്കയുടെ ഒരു പീസ് ഉണ്ടായിരുന്നു. ഇത് കുമ്പളത്തിൻ്റെ ഒരു പീസ്. പിന്നെ കറിക്കായ ഒരു ഹാഫ് കറിക്കായ അത് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ചെറിയ ഒരു 4 ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു 50 ഗ്രാം ചെറുപയർ, 50 ഗ്രാം തന്നെ വൻപയർ, പിന്നെ ഒരു 25 ഗ്രാം കടല എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ നല്ലതാണ്. അത് കുറച്ച് മതി, കടല കുറച്ച് മതി. പിന്നെ ഒരു തേങ്ങ തിരുകിയത്, ഗ്രേവിക്ക് ആവശ്യമായ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകം, പിന്നെ ഒരു 5 അല്ലെങ്കിൽ 6 ഗാർലിക്കിൻ്റെ അല്ലികൾ. ഇത് നമുക്ക് അരയ്ക്കാനായിട്ട്. ഇനി ഇത് കടുക് വറക്കാനായിട്ട് ഇത് ഇത്രയും സാധനം. ഒരു 1/4 ടീസ്പൂൺ കടുക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, 2 വറ്റൽമുളക്, പിന്നെ നമ്മുടെ ചെറിയുള്ളി, പിന്നെ വെളിച്ചെണ്ണയാണ് കടുക് വറക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും മതി. ഇനി പച്ചക്കറികളെല്ലാം കൂടെ നമ്മളൊരു കുക്കറിനകത്ത് കഴുകി, പയറും കടലയെല്ലാം കൂടെ കഴുകി കുക്കറിലിട്ടിട്ട് അതിൻ്റെ അത്രയും അളവ് വെള്ളം വേണ്ട, കുറച്ച് നമ്മുടെ പച്ചക്കറികളേക്കാൾ കുറച്ച് താന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 വിസിലടിച്ച് എടുത്തതാണ് ഇത്. ഒരു തവി വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കണം. കറികളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിക്കാനുള്ള ഗ്രേവിയാണ് ഞാൻ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നതാണ്. തേങ്ങ, മഞ്ഞൾ, മുളക്, പിന്നെ ജീരകവും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അരമുറി തേങ്ങയാണ് ഞാനിതിലേക്ക് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അരയേണ്ട. ഇത് ഞാൻ വെന്ത പച്ചക്കറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കടുക് വറുത്തിടുക. കടുക് വറക്കുമ്പോഴത്തേന് ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് മൂപ്പിച്ചിടാറുണ്ട്. അപ്പം നമ്മുടെ കടുക് വറുത്തത് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ചു. നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു ഒഴിച്ചുകറിയാണ്. നമ്മുടെ വീട്ടിൽ എന്ത് പച്ചക്കറി ഉണ്ടോ അത് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിക്കും ചപ്പാത്തിക്കും ഒക്കെ നമുക്കിത് കഴിക്കാൻ വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഈ ഒഴിച്ചുകറി ഉണ്ടാക്കാറുണ്ട്. പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഈ കായ, മത്തൻ, കുമ്പളം, വെള്ളരി, പടവലം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചേക്കും ഈ കറി ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ബായ്.